വിജനമായിരുന്ന റോഡായിട്ടും തന്റെ മുന്നിലൂടെ പോകുന്ന ട്രക്ക് വളരെയധികം സ്ലോ ആയി പോകുന്നത് ഈ ലേഡിക്ക് സ്ട്രേഞ്ച് ആയി തോന്നുന്നു. വേഗം തന്നെ പോകേണ്ടതുകൊണ്ട് ആ ലേഡി മറ്റൊന്നും ആലോചിക്കാതെ ട്രക്കിനെ ഓവർടേക്ക് ചെയ്യുന്നു. പക്ഷെ അത് കണ്ട് ട്രക്ക് ഡ്രൈവറിന് ദേഷ്യം വരുന്നു. അയാൾ വീണ്ടും സ്പീഡ് കൂട്ടി ആ ലേഡിയെ മറികടക്കുന്നു. എന്നാൽ അതിനുശേഷം ട്രക്ക് വീണ്ടും സ്ലോ ആയി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ട് ദേഷ്യം വന്ന ആ ലേഡി വീണ്ടും ട്രക്കിനെ പിന്നിലാക്കുന്നു. പക്ഷെ ഇത്തവണ അയാളുടെ ഡ്രൈവിംഗ് ആ ലേഡിക്ക് വിചിത്രമായി തോന്നുന്നു. അയാൾ ഡ്രൈവ് ചെയ്യുന്നത് അത്ര പന്തിയല്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ആ ട്രക്ക് വേഗത്തിൽ ആ ലേഡിയുടെ കാറിന് പിന്നിലായി തൊട്ടടുത്തെത്തുന്നു. അവർ ധൈര്യം സംഭരിച്ച് കാറിന്റെ സ്പീഡ് കൂട്ടുന്നു. എന്നാൽ ട്രക്കും അതേ സ്പീഡിൽ വന്ന് അവർക്കൊപ്പം എത്തുന്നു. ആ ലേഡിയുടെ പേടി ദേഷ്യമായി മാറി. അയാൾ ഇത് മനഃപൂർവ്വം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി അയാളോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നു. ട്രക്ക് ഡ്രൈവർ അത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മനസ്സിലായതും ആ ലേഡി കാറിന്റെ സ്പീഡ് കുറയ്ക്കുന്നു. ട്രക്ക് തന്നെ ഫോളോ ചെയ്യാതെ മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന് അവർ വിചാരിക്കുന്നു. അവർ സാവധാനം ട്രക്കിന് പുറകിലൂടെ തന്നെ ഡ്രൈവ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ആ ട്രക്ക് ഡ്രൈവറിന് ദേഷ്യം വന്നതെന്ന് അവൾ ചിന്തിച്ചു നോക്കുന്നു. പക്ഷെ അതിനൊരു ഉത്തരം കണ്ടെത്താനായില്ല. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ട്രക്ക് ആ ലേഡിയോട് മുന്നോട്ട് കയറിപ്പോയിക്കൊള്ളാൻ കൈ കാണിക്കുന്നു. ആ ട്രക്ക് ഡ്രൈവറിന്റെ മനസ്സ് മാറിക്കാണുമെന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് മുന്നോട്ട് കയറാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ ലേഡി ട്രക്കിന് നേരെ എത്തിയതും ട്രക്ക് ഡ്രൈവർ സ്പീഡ് കൂട്ടാൻ തുടങ്ങുന്നു. അത് കണ്ട ആ ലേഡി ഭയങ്കരമായി പേടിക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അവർക്കറിയില്ല. അതേസമയം തന്നെ ഓപ്പോസിറ്റിൽ നിന്നൊരു കാർ വരുന്നു. പേടിച്ചുപോയ ആ ലേഡി പെട്ടെന്ന് സ്പീഡ് കുറയ്ക്കുന്നു. അങ്ങനെ അപകടം പറ്റാതെ അവർ രക്ഷപ്പെടുന്നു. ആ ട്രക്ക് ഡ്രൈവർ ഒരു സൈക്കോ ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അവർ റോഡ് സൈഡിൽ കാർ സ്റ്റോപ്പ് ചെയ്യുന്നു. കുറച്ചു സമയത്തിന് ശേഷം ആ ട്രക്ക് ഒത്തിരി ദൂരം പിന്നിട്ട് കാണുമെന്ന് വിചാരിച്ച് വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. ഇത്തവണ അവർ വളരെ സ്ലോ ആയാണ് വണ്ടി ഓടിക്കുന്നത്. മുന്നോട്ട് പോകുന്തോറും ആ ട്രക്ക് ഇനിയും വരുമോ എന്നൊരു പേടി അവർക്ക് തോന്നുന്നു. വീട്ടിലെത്താൻ ഇനിയും സമയമെടുക്കും. വഴിയിൽ ഒരിടത്തും ആ ട്രക്കിനെ കണ്ടില്ല. പക്ഷെ ഒരു സ്ഥലത്ത് ഒരു വലിയ ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു. ഒരു കാർ മറിഞ്ഞു കിടക്കുന്നു. ഒരെണ്ണത്തിനകത്ത് ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അയാൾ പേടിച്ചോടിയതായിരിക്കാം. തന്നെ പിന്തുടർന്ന അതേ ട്രക്ക് തന്നെയാണോ ഈ ആക്സിഡന്റിന് കാരണമെന്ന് അവർക്ക് തോന്നുന്നു. പോലീസിനോട് അതിനെപ്പറ്റി ചോദിക്കാമെന്ന് വിചാരിക്കുമെങ്കിലും അമ്മ തന്നെ കാത്തിരിക്കുന്നതോർത്ത് സൈലന്റ് ആയി അവിടെ നിന്ന് പോകുന്നു. അവർ വീണ്ടും മുന്നോട്ട് പോകുന്നു. പക്ഷെ അപ്പോഴും ആ ആക്സിഡന്റിന് കാരണം ആ ട്രക്ക് തന്നെയാണോ എന്ന് അവർക്ക് സംശയം തോന്നുന്നു. പേടി കാരണം അവർ പല പ്രാവശ്യം മിററിലൂടെ പുറകിലേക്ക് നോക്കുന്നു. പക്ഷെ ആ ട്രക്ക് ഉള്ളതിന്റെ ലക്ഷണമൊന്നുമില്ല. അവർ ആശ്വാസത്തോടെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു കാഴ്ച കണ്ട് ഷോക്കാവുന്നു. ആ ട്രക്ക് വീണ്ടും വന്നിരിക്കുന്നു.